വാസ്തവത്തിൽ അഭിജിത്ത് ദീപ്കെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുക. കേരളത്തിലേക്ക് വരട്ടെ, യുവമോർച്ചയുടെ കൂടെ നിന്നിട്ട് ഈ ഗവൺമെന്റിനെതിരെ, ഈ മറ്റേ PSC സമരത്തിനെതിരെ ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യാൻ ഈ ദീപ്കെ, അയാൾ പറഞ്ഞല്ലോ എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഇടപെടൽ നടത്തുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ദീപ്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന് സമരം ചെയ്യാൻ ദീപ്കെ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ തയ്യാറാണെന്ന് പറയട്ടെ. അപ്പം വളരെ കൃത്യമാണ്, വരില്ലാന്നേ. ഇതൊക്കെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നരേന്ദ്രമോദിയുടെ അമ്മയെ തെറി പറഞ്ഞ്, അച്ഛനെ തെറി പറഞ്ഞ്, നരേന്ദ്രമോദിയുടെ കുടുംബത്തെ തെറി പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന ഒരുതരം വേട്ടയാടലാണ്. ഏത് സമരമായാലും ശരി, ആ സമരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏത് ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായാലും അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർ ബാനർ ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. രാജ്യത്തെ ശിഥിലീകരിക്കാൻ, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തികൾ അവർ വളരെ സജീവമാണ് പല സ്ഥലങ്ങളിലും. അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കുന്ന ഒരേ ഒരു സർക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ വാസ്തവത്തിൽ വാജ്പേയി സർക്കാർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ സമരങ്ങൾ കേരളത്തിലാകെ ഇപ്പോൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പ്രത്യേകിച്ചൊരു പോസിറ്റീവായിട്ടുള്ള നിലപാടില്ല. ഇനി എന്ത് ചെയ്യും എന്നാണ് ഇവിടുത്തെ ജനങ്ങളോട് സർക്കാർ തന്നെ ചോദിക്കുന്നത്. ഇല്ല, സർക്കാർ ഈ ചോദിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ PSC വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ PSCയിൽ റാങ്ക് നേടിയിട്ടുള്ള ഉദ്യോഗത്തിനു വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളുടെ വേദിയിൽ പോയി ഞാൻ അധികാരത്തിൽ വന്നാൽ 48 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞ വ്യക്തിയാണല്ലോ VD സതീശൻ. ഇപ്പൊ VD സതീശൻ PSC റാങ്ക് ഹോൾഡേഴ്സിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നത്. കാരണം കേരളത്തിൽ എവിടെ പോയാലും PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം ചോദിക്കുകയാണ്. ജന്തർ മന്ദറിൽ പോയിട്ട് സമരം ചെയ്യാൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയി സമരം ചെയ്യാൻ പോയ ആളാണ് VD സതീശൻ. സ്വന്തം നാട്ടിൽ സ്വന്തം ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ നടക്കുന്ന, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന സമരത്തിൽ, മണ്ണ് തിന്നുകൊണ്ട് നടക്കുന്ന സമരത്തിൽ എന്തേ VD സതീശൻ പോയി അഭിവാദ്യം ചെയ്യുന്നില്ല? ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് രമ്യമായി പരിഹരിക്കുന്നില്ല? നരേന്ദ്രമോദി സർക്കാരിനെ കണ്ടുപിടിക്കണം VD സതീശൻ. നരേന്ദ്രമോദി സർക്കാരാണ് അതിന് മാതൃക. വിദ്യാർത്ഥികളുടെ സമരം വന്നു, അത് സമരം ശക്തമായപ്പോൾ നിരാഹാരം കടന്ന ആളെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു, ഒരു വാശിയും കാണിക്കാതെ. എന്നിട്ട് പറയുന്നത് നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്. വാസ്തവത്തിൽ ഫാസിസ്റ്റ് ആരാ? നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്തവരുമായി ചർച്ച ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു, രാജിവെക്കേണ്ട ആൾ രാജിവെച്ചു, നീറ്റിൽ ഇനിയും പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതേസമയത്ത് ഇവിടെ PSCയുടെ ചോദ്യപേപ്പർ ചോർന്നു. PSC റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കൊടുക്കേണ്ട കാര്യത്തിൽ ഇരട്ടിത്തപ്പുകയാണ് VD സതീശൻ. ഏത് മാളത്തിൽ VD സതീശൻ ഒളിച്ചാലും അയാളെ ഞങ്ങൾ പുകച്ചു പുറത്തു കൊണ്ടുവരും. അയാൾ മറുപടി പറയേണ്ടി വരും. അയാൾ ഈ നാട്ടിലെ റാങ്ക് ഹോൾഡേഴ്സിനോട് മറുപടി പറയണം. എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കുറേ ആൾക്കാർ ജന്തർ മന്ദറിലേക്ക് പോയല്ലോ. ഇവിടെ നിന്ന് ജന്തർ മന്ദറിലേക്ക് പോയ പല ആളുകളുണ്ട്, അവതാരകളൊക്കെ ഉണ്ടല്ലോ. ഈ അവതാരം ഒക്കെ എവിടെയാ ഇപ്പോൾ? ഇവരാരും എന്താ PSCയുടെ വിഷയത്തിൽ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ നടത്തുന്ന സമരത്തിൽ എന്താ ഈ അവതാരങ്ങളൊന്നും പങ്കെടുക്കാത്ത? കുറേ അവതാരങ്ങൾ പോയല്ലോ. ഈ അവതാരമൊക്കെ എവിടെയാ? ഈ അവതാരങ്ങളുടെ ഒക്കെ ലക്ഷ്യം രാജ്യവിരുദ്ധതയാണ്. രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയാണ് ഈ അവതാരങ്ങളൊക്കെ ഡൽഹി പോയത്, അല്ലാണ്ട് സാധാരണക്കാരന് വേണ്ടിയല്ല. സാധാരണക്കാരന് വേണ്ടിയാണെങ്കിൽ PSC സമരത്തിന് അവർ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് യുവമോർച്ചയും BJPയും ചെയ്യുന്നത് പോലെ സമരത്തിൽ രംഗത്തിറങ്ങണം. ഇത് എന്താ പറയാ, ഞങ്ങളുടെ ഈ ചില മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ജന്തുവുണ്ട്. ആ ജന്തു ഒരു കടിയെ കടിക്കും. ആ കടി കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂക്ഷമായ വിഷം ശരീരത്തിൽ പ്രവേശിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തളർന്നു വീഴുന്ന ഇരയെ ജീവനോടെ തിന്നുന്ന മൃഗത്തിൻ്റെ പേരാണ്, കൊടും വിഷമാണ്. ഈ കൊമോഡോ ഡ്രാഗൺസ് ആയിട്ടുള്ള കുറേ അവതാരങ്ങളാണ് ഡൽഹി ജന്തർ മന്ദറിൽ പോയത്. അവരൊന്ന് കടിച്ചു നോക്കിയതാ ഈ സർക്കാരിനെ, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ, ഇവിടുത്തെ ഒരു നല്ല ഭരണത്തെ. അങ്ങനെ ഈ രാജ്യത്ത് വിഷം തുപ്പാൻ വേണ്ടി, വിഷം കലർത്താൻ വേണ്ടി, വിഷം വമിപ്പിക്കുന്ന ഈ കൊമോഡോ ഡ്രാഗൺസ് അവർക്കൊന്നും ഇനി രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പിൽ.
കാരണം ജനങ്ങളുടെ കാര്യവും വിദ്യാർത്ഥികളുടെ കാര്യവും യുവാക്കളുടെ കാര്യവും എന്താണെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതേ സമയത്ത് ഇവിടെ ഈ കേരളത്തിൽ യുവാക്കൾ അലയുകയാണ്, മണ്ണ് തിന്നുകയാണ്. അതാണ് PSC വിഷയം. അതുകൊണ്ട് BJP ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. യുവമോർച്ച തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. കേരളം മുഴുവനും യുവമോർച്ച സമരത്തിലായിരിക്കും. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് VD സതീശൻ നടു റോഡിൽ VD സതീശനെ ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ ഈ രാജ്യത്ത് ജാർഖണ്ഡിലും പഞ്ചാബിലും കർണാടകയിലും വലിയ രീതിയിൽ തന്നെ ഇതുപോലുള്ള എക്സാമുകളുടെ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുകയാണ്. പക്ഷെ ഈ അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ്. പക്ഷെ ഇവിടെയൊന്നും BJP അല്ല ഭരിക്കുന്നത്, ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ CJP എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടെ അഭിജിത് ദീപ്കെ അല്ലെങ്കിൽ സൗരവ് ദാസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനോ അവിടെ നേരിട്ട് ചെല്ലാനോ ഇത്രയും സമയമായിട്ടും അവരതിന് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? അല്ല, വാസ്തവത്തിൽ അഭിജിത് ദീപ്കെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുക. കേരളത്തിലേക്ക് വരട്ടെ, യുവമോർച്ചയുടെ കൂടെ നിന്നിട്ട് ഈ ഗവൺമെന്റിനെതിരെ, ഈ മറ്റേ PSC സമരത്തിനെതിരെ ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യാൻ ഈ ദീപ്കെ, അയാൾ പറഞ്ഞല്ലോ എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഇടപെടൽ നടത്തുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ദീപ്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന് സമരം ചെയ്യാൻ ദീപ്കെ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ തയ്യാറാണെന്ന് പറയട്ടെ. അപ്പം വളരെ കൃത്യമാണ്, വരില്ലാന്നേ. ഇതൊക്കെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നരേന്ദ്രമോദിയുടെ അമ്മയെ തെറി പറഞ്ഞ്, അച്ഛനെ തെറി പറഞ്ഞ്, നരേന്ദ്രമോദിയുടെ കുടുംബത്തെ തെറി പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന ഒരുതരം വേട്ടയാടലാണ്. അല്ലാണ്ട് ഇതിനകത്ത് ഒരു സ്നേഹവുമില്ല. ഇതിനകത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വേദന ഉണ്ടാക്കിയ സംഭവമാണ് നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ ലീക്ക്. അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് കുറെ ആളുകൾ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിന്റെ കൂടെയാണ് BJP. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന സ്ഥലത്തെല്ലാം BJP രംഗത്ത് വരുന്നത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന സ്ഥലത്ത് BJP രംഗത്ത് വരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ BJP ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്ത് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലേക്ക് ഇവർ വരട്ടെ. അഭിജിത് ദീപ്കെ കേരളത്തിലേക്ക് ക്ഷണിക്കുക. കേരളത്തിൽ വന്ന് സമരം ചെയ്യാൻ, യുവമോർച്ചയുടെ കൂടെ സമരം ചെയ്യാൻ അഭിജിത് ദീപ്കെ തയ്യാറാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു വർഷങ്ങളായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ CJPയുടെ സമരത്തെ നോക്കിക്കാണുമ്പോൾ അതിൽ പ്രധാനമായിട്ട് 2 ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചോദ്യപേപ്പറിനുപരിയായിട്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 317 പുനഃസ്ഥാപിക്കണമെന്നും, അതോടൊപ്പം തന്നെ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ദില്ലി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അകത്തെടുക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ 2016 അഫ്സൽ ഗുരുവിനെ പാർലമെന്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ വ്യക്തിയെ അനുസ്മരിച്ചതിന്റെ പേരിലും UAP ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. ഏകദേശം ഒരു 2-3 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെല്ലാം റിലീസ് ചെയ്യണമെന്ന് ഇതിനിടയിൽ ബാനറുകൾ പൊന്തിയിരുന്നു. അതിനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത്? ഇതിന്റെ ഇടയിൽ രാജ്യദ്രോഹ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? അല്ല, രാജ്യദ്രോഹ ശക്തികൾ എല്ലാ സമയത്തും വളരെ സജീവമാണ്. ഇന്നലത്തെ കൽക്കട്ടയിലെ അറസ്റ്റ്, ഒരു ഭീകരനെ കൽക്കട്ടയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ആ ഭീകരൻ്റെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് ഈ സമരത്തിൻ്റെ ഇടയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏത് സമരമായാലും ശരി, ആ സമരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏത് ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായാലും അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർ ബാനർ ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. രാജ്യത്തെ ശിഥിലീകരിക്കാൻ, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തികൾ അവർ വളരെ സജീവമാണ് പല സ്ഥലങ്ങളിലും. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ഒരേ ഒരു സർക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ വാസ്തവത്തിൽ വാജ്പേയി സർക്കാർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പം അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഈ ബാനർ ഉയർത്തുന്നത്. അവസാനമായിട്ടൊരു ചോദ്യം. ഈ നമ്മുടെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ രാജ്യത്ത്, ബീഹാറിലും ഗുജറാത്തിലും അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തും മധ്യപ്രദേശിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ ബീഹാറിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നിബിന്റെ മണ്ഡലത്തിൽ BJP ഒരു 19,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ആ ഒരു പരാജയം CJP അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയൊക്കെ ഒരു സ്വാധീനം ആ ഒരു പരാജയത്തിനിടയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ. അത് എത്രത്തോളം വാസ്തവമാണ് ഈ ഒരു വിഷയം? അതൊന്നും അത്ര വലിയ പ്രശ്നമില്ല. കാരണം UP-യിൽ നമ്മളുടെ യോഗി ജയിച്ച് മുഖ്യമന്ത്രിയായപ്പോൾ ആ യോഗിയുടെ മുഖ്യമന്ത്രി ആയിട്ട് യോഗി വന്ന സമയത്ത് അദ്ദേഹം ജയിച്ച സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP തോക്കുകയാണ് ചെയ്തത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പം BJP ഫുൾ ശക്തമായി തിരിച്ചു വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടൊന്നും ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ
അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മൂവ്മെന്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതല്ല. അതൊന്നും അത്ര വലിയ കാര്യമില്ല.